പത്തനംതിട്ട തിരുവല്ല നഗരസഭയിലെ ഓഫീസിലെ ജീവനക്കാർ ഞായറാഴ്ച വന്ന അധിക സമയം ജോലി ചെയ്തതിനിടയിൽ അവരുടെ ജോലി സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ ഒരു റീലിട്ടത് വലിയ വിവാദമായിരുന്നു. ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ബോധമില്ലാത്ത ചങ്ങാതിമാർ ആ റീലിനെ കുറിച്ച് വിമർശനമൊക്കെ ഉന്നയിച്ചു. അതിനെതിരെ നടപടി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് അവരുടേത് വളരെ സർഗാത്മകമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നും ഞായറാഴ്ച ദിവസം അധിക ജോലി ചെയ്യാൻ വന്നവർ ഒരു ജോലിയെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, പൊതുജനത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഞായറാഴ്ച അവധി ദിവസം ജോലി ചെയ്യാൻ വന്ന അവരുടെ മനസ്സ് കാണാതെ ആ റീലെടുത്തതിനെ വിമർശിച്ച മനുഷ്യർക്കെതിരെയൊക്കെ നമ്മൾ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ മന്ത്രി തന്നെ അത് അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്തു. അവർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ K. വരദരാജൻ നഗരസഭാ ഓഫീസിൽ നടന്നത് അഴിഞ്ഞാട്ടമാണ് എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. നടപടി വേഗത്തിലാക്കി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു. ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന മന്ത്രി MP രാജേഷിന്റെ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എന്താണ് ആ റീൽസ് എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണാം. ആ റീൽസ് കാണാത്തവർ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് കൈയിടിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇവർ. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. സാധാരണ ട്രേഡ് യൂണിയൻ നേതാക്കളും ബാക്കിയുള്ള നേതാക്കളും ഒക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങി അല്ലെങ്കിൽ മക്കളോടൊപ്പം അമ്മായിയുടെ വീട്ടിൽ ടൂർ പോകുന്ന സമയത്താണ് ഇവർ പണിയെടുക്കാൻ വന്നത്. തിരുവല്ല ഓഫീസിൽ, നഗരസഭ ഓഫീസിൽ ഞായറാഴ്ച അവധി ദിവസം വന്നു. അവർ ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു റീൽസ് ഉണ്ടാക്കി. മനോഹരമായ റീൽസാണ്. ഒന്നിൽ തവണ കാണാൻ നമുക്ക് ആഗ്രഹം തോന്നുന്ന റീൽസാണ്. ആ റീൽസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ റീലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ പഴയ ട്രേഡ് യൂണിയൻ നേതാവ് ശ്രീ വരദരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപലപിച്ചിരിക്കുന്നത്. അഴിഞ്ഞാട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് അഴിഞ്ഞാട്ടമല്ല സാർ, ഇത് സാധാരണ ജനങ്ങൾക്ക് ഹൃദയം കവരുന്ന രീതിയിലുള്ള മനോഹരമായ ആട്ടം ഏതാണ് അഴിഞ്ഞാട്ടം ഏതാണെന്ന് തിരിച്ചറിയാത്ത മനുഷ്യരോട് എന്ത് പറയാനാണ്. ദിലീപ്, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പശ്ചാത്തലം? മാത്രമല്ല, മന്ത്രി പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഇദ്ദേഹം അറിഞ്ഞില്ലേ മന്ത്രി ഇങ്ങനൊരു നിലപാടെടുത്ത വിവരം? നമ്മളിത് 12 മണിക്കാണ് ഈ സാധനം കാണുന്നതും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതും രാത്രി 12 മണിക്കാണ്. ആ സമയത്ത് 2 മണിക്കൂർ മുൻപാണ്, അതായത് 10 മണിക്കാണ് വരദരാജൻ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അദ്ദേഹം KSF-യുടെ ചെയർമാനും CPM സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവരെ മാതൃകമായി, ഈ റീൽസ് എടുത്തവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ്. ഇവരെങ്ങനെ ഈ സ്ഥാനത്ത് തുടരും? അഴിഞ്ഞാട്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ 36 ദിവസത്തെ സമരം നടത്തിയിരുന്നു. അന്നത്തെ സമയത്ത് NGO-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രസംഗിച്ച, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ തൊഴിലാളികൾ, അതായത് നഗരസഭയിലെ ഈ തൊഴിലാളികൾ ഞായറാഴ്ച വന്ന് ഇവർ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇത് വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഞായറാഴ്ചയാണ് ഈ കൂട്ടർ റീൽസ് എടുത്തതെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് രാത്രി 10 മണിക്കാണ് അദ്ദേഹം ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ള, അഴിഞ്ഞാട്ടം എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ മന്ത്രി MP രാജേഷ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നടപടിയില്ല എന്ന് പ്രതികരിച്ചതിന് ശേഷമാണ് രാത്രി 10 മണിയോടുകൂടി തന്നെ വരദരാജൻ്റെ ഈ പോസ്റ്റ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു തൊഴിലാളി നേതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം, ഇവരെങ്ങനെ ഈ സ്ഥാനത്തിരിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അരുൺകുമാർ. എന്താ പറയുക ദിലീപ്, ഇതിനൊക്കെ നമുക്ക് ആ റീൽ ഒന്നുകൂടി ഒന്ന് കാണാം. അത് ശ്രീ K. വരദരാജൻ അങ്ങ് ഈ റീൽ ഒന്നുകൂടി ഒന്ന് കാണും. എന്നിട്ട് ഇനിയും താങ്കൾക്ക് ഇത് അഴിഞ്ഞാട്ടമായിട്ടാണ് തോന്നുന്നതെങ്കിൽ 2 കാര്യങ്ങൾ കൂടി താങ്കളെ ബോധിപ്പിക്കാം. ഇവർ ഈ റീൽ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. റീൽ എടുക്കാൻ വേണ്ടി ഇവർ ജോലി ചെയ്യാൻ വരുന്നത് ആ ഞായറാഴ്ച അവധി ദിവസമാണ്. അവധി ദിവസം ജോലി എടുക്കാൻ വന്ന ഇവരുടെ ഈ മനസ്സിനെ താങ്കൾ കാണാതെ പോയി. ആ റീൽ എടുക്കുന്നതിനോടുകൂടി സർക്കാർ ഓഫീസിൽ സമ്മർദ്ദമില്ലാതെ ഞങ്ങൾ ജോലി ചെയ്യുന്നു, അത് വളരെ സൗഹാർദ്ദപരമായി ജോലി ചെയ്യുന്നു എന്നൊരു സന്ദേശം നൽകിയതും നിങ്ങൾ കാണാതെ പോയി. സമ്മർദ്ദം അനുഭവിച്ച് ജോലി ചെയ്യണം എന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഒന്നുമില്ലെങ്കിൽ ഒരു സർവീസ് സംഘടനയുടെയൊക്കെ തലപ്പത്തിരുന്ന ആളല്ലേ? ഒരിക്കൽ കൂടി ആ റീൽ ഒന്ന് കണ്ടു നോക്കൂ. ആ റീലിൽ പങ്കെടുത്ത മുഴുവൻ ജീവനക്കാർക്കും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട്. ഇത് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ചില ആളുകളൊക്കെ പറയും. ഒരു കാരണവശാലും നിങ്ങളിത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? ഇവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവത്തില്ലെന്ന്. സാധാരണക്കാരായ തൊഴിലാളികൾ ഇത്തരം സന്തോഷത്തോടു കൂടി പണിയെടുക്കുമ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്ന ആളുകളുണ്ടാവും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കൊപ്പം മന്ത്രിയുണ്ട്. ഞാൻ ഇന്നലെ മിനിസ്റ്ററുമായിട്ട് ഈ കാര്യത്തിൽ സംസാരിച്ചിരുന്നു. മിനിസ്റ്റർ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ മാധ്യമങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വേണ്ട, നിങ്ങൾ ഇനിയും ഇത്തരം അവധി ദിവസങ്ങളിലൊക്കെ വരിക, പണിയെടുക്കുന്ന സമയത്ത് സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം റീലുകളൊക്കെ ഇടുക. ആരാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും
എല്ലാവരും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് റീലൊക്കെ ഇട്ടോളൂ. പ്രത്യേകിച്ച് കലാകാരികളുണ്ടല്ലോ, കലാകാരികളും കലാകാരന്മാരും അവർക്കൊക്കെ ഇത്രയും കഴിവുകളുള്ളവരാണ്. നിങ്ങളൊന്നും ശരിക്കും ഇവിടെ ഇരിക്കേണ്ടവരല്ലേ കേട്ടോ. നിങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് കലാപ്രകടനങ്ങളൊക്കെ നടത്തേണ്ടവരാണ്. മികച്ച റീലുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ നിന്ന് ഇനിയും കേരള സമൂഹം പ്രതീക്ഷിക്കുന്നു. അത് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു നടക്കുന്നവരെ മൈൻഡ് ചെയ്യേ വേണ്ട. ആട്ടം എന്തെന്നും അഴിഞ്ഞാട്ടം എന്തെന്നും തിരിച്ചറിയാത്ത മനുഷ്യരോടൊക്കെ എന്ത് പറയാനാണല്ലേ. അതുകൊണ്ട് മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്കൊപ്പം കേരള സമൂഹം ഒപ്പമുണ്ട്. മന്ത്രിയുമുണ്ട്. മന്ത്രിയോട് ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഒരു നടപടി ഉണ്ടാവത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്തത് മാതൃകാപരമായ കാര്യമാണ്. അപ്പോൾ